നാടെങ്ങും 10ാം ക്ലാസ് വിജയം ആഘോഷിക്കുമ്പോൾ ജീവിതത്തിൽ ഒരിക്കൽ പോലും അച്ഛനെ നേരിൽ കണ്ട ഓർമ്മയില്ലാതെ ഹെലൻ എന്ന 10ാം ക്ലാസ്സുകാരി. ഹെലന് 2 വയസ്സുള്ളപ്പോൾ വിദേശത്ത് പോയതാണ് ഹെലന്റെ അച്ഛൻ. നേരിൽ കാണാൻ കാത്ത ഹെലൻ 10ാം ക്ലാസ് ആയപ്പോൾ നാട്ടിലേക്ക് വരുന്നത് അച്ഛന്റെ ചേതനയറ്റ ശരീരമാണ്. ഹെലന് വയസ്സ് 15. ഇനി 10ാം ക്ലാസ്സിലേക്ക്. ജീവിതത്തിൽ ഒരിക്കൽ പോലും അച്ഛനെ നേരിൽ കണ്ട ഓർമ്മ ഹെലനില്ല. സമ്മാനങ്ങൾ നിറച്ച പെട്ടികളുമായി സൗദിയിൽ നിന്നും അച്ഛൻ ഉടൻ വരുമെന്ന പ്രതീക്ഷയിലും സന്തോഷത്തിലുമായിരുന്നു അവൾ. അപ്പോൾ കണ്ണിറയെ അച്ഛനെ കാണണം, വാരി പുണരണം, കവളിൽ തുരുതുരെ ഉമ്മ വെക്കണം, അച്ഛൻ്റെ ചുടുമുത്തം വാങ്ങണം. ഈ ആഗ്രഹങ്ങൾക്ക് മേലെയാണ് ഇപ്പോൾ കരിനിഴൽ വീണിരിക്കുന്നത്. ഒരു പതിറ്റാണ്ടിലേറെ കാലത്തെ കാത്തിരിപ്പിനൊടുവിൽ സൗദിയിൽ നിന്നും നിയമക്കുരുക്കുകളെല്ലാം അഴിച്ച് പിതാവ് ഷിജു നാളെയോ മറ്റന്നാളോ വീടണയുമെങ്കിലും ഒരിക്കലും തിരിച്ചു വരാത്ത മറ്റൊരു യാത്രയിലേക്കാണ് എന്ന് ഹെലൻ നനച്ചിരുന്നില്ല. ഇനി തനിക്ക് വാരിപ്പുണരാൻ കഴിയുക അച്ഛൻ്റെ ജീവനില്ലാത്ത ശരീരമാണെന്ന ബോധ്യം അവളുടെ ഉള്ളുലയ്ക്കുന്നു. വർഷങ്ങളോളം ഫോണിലൂടെ സന്തോഷത്തിന്റെ കുളിരു പകരുന്ന ശബ്ദമായിരുന്നു ഹെലന് അച്ഛൻ. പിന്നീട് കണ്ടാലും മതിവരാത്ത മനസ്സുമായി വീഡിയോ കോളിൽ പ്രത്യക്ഷപ്പെടുന്ന സ്നേഹത്തണലായി അത് മാറി. ശനിയാഴ്ച അവസാനം വിളിച്ചത്. ഇന്ന് കുറേ നേരം സംസാരിച്ചു. വീഡിയോ കോളിൽ കണ്ട വീഡിയോ കോള് വരുന്നതിന് മുമ്പ് ആൽബത്തിൽ കണ്ട കഴിഞ്ഞ ശനിയാഴ്ചയായിരുന്നു ഷിജു ഭാര്യയെ അവസാനമായി വിളിച്ചത്. കുടുംബത്തോടൊപ്പം ചേരാനുള്ള അടങ്ങാത്ത ആഗ്രഹം ഓരോ വിളിയിലും പ്രകടമായിരുന്നു. പക്ഷാഘാതം വന്നു കിടക്കുന്ന സഹോദരൻ രാജുവിനെ കാണണമെന്ന ആഗ്രഹം എപ്പോഴും പ്രകടിപ്പിക്കുമായിരുന്നു. ഒന്ന് കണ്ടാൽ മതിയായിരുന്നെന്ന ആഗ്രഹം മാത്രമേ എനിക്ക് സഹിക്കാവുന്നതിൻ്റെ അപ്പുറം. ഇന്നലെ രാത്രിയിൽ എൻ്റെ കുഞ്ഞു പറഞ്ഞു, അമ്മേ നമുക്കങ്ങ് മരിക്കാം. എൻ്റെ കുഞ്ഞു പറയുക കാരണം അതുപോലെ സ്കൂളിൽ ചെല്ലുമ്പോൾ നീ നിന്റെ പപ്പ എന്നാ വരുന്നത്, അവരോടെല്ലാം പറഞ്ഞു എൻ്റെ പപ്പ അടുത്ത മാസം പരിപാടി അന്നേരം മുട്ടായി കൊടുത്ത്. ഹരിപ്പാട് പള്ളിപ്പാട് പുല്ലമ്പട സ്വദേശി ഷിജു സൗദി അറേബ്യയിലെ ജുബൈലിൽ വെച്ചുണ്ടായ ഹൃദയാഘാതത്തെ തുടർന്നാണ് മരണപ്പെട്ടത്. വിവിധ കമ്പനികളിൽ ജോലി ചെയ്തെങ്കിലും വർക്ക് പെർമിറ്റ് ലഭിക്കാത്തതിനാൽ നാട്ടിലേക്ക് വരാൻ കഴിഞ്ഞില്ല. നീണ്ട 12 വർഷമായി നടത്തുന്ന നാടണയാനുള്ള പരിശ്രമം ഫലം കണ്ടു തുടങ്ങിയ ഘട്ടത്തിലാണ് മരണം പിടികൂടുന്നത്. ജുബൈലിലെ ജനറൽ ആശുപത്രിയിൽ മോർച്ചറിയിൽ സൂക്ഷിച്ചിരിക്കുന്ന മൃതദേഹം പ്രവാസി വെൽഫെയർ ജനസേവന വിഭാഗം പ്രവർത്തകരുടെ ഇടപെടലിലാണ് നാട്ടിലെത്തിക്കുന്നത്. യു ഷൈജു, മീഡിയ 1, ആലപ്പുഴ.